നമ്മുടെ ജെനറ്റിക്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. സോ പണ്ട് ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ ഗ്രിഗർ മെൻഡൽ അദ്ദേഹം പറഞ്ഞു ചില ക്യാരക്ടറിസ്റ്റിക്സ് പാരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്സിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം എന്താണ് ഈ പാരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി. സോ ഇതിനകത്ത് വരുന്നതാണ് ജീൻസ്. ആ ജീൻസ് ആണ് പാരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്സിലോട്ട് വരുന്നത്. അപ്പം ജെനറ്റിക്സ് എന്താണ്? ജീൻസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് വിളിക്കുന്നത്. സോ ദ സ്റ്റഡി ഓഫ് ജീൻസ് ഇസ് കോൾഡ് ജെനറ്റിക്സ്. നമുക്കറിയാം ഒരു സെല്ലുണ്ട്, സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസ് ഉണ്ട്, ക്രോമസോംസിനകത്ത് ജീനുണ്ട്, ക്രോമസോംസിനകത്ത് DNA ഉണ്ട്, DNAക്കകത്ത് ജീനുണ്ട്. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അഡിനിനും ഗ്വാനിനും തൈമിനും സൈറ്റോസിനും യുറാസിലും ഒക്കെ ചേർന്നുള്ളൊരു കോമ്പിനേഷൻ കൊണ്ടിട്ടാണ്. ഓക്കെ, സോ എന്താണ് ജെനറ്റിക്സ് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, ജെനറ്റിക്സ് ഇസ് ദ സയൻസ് ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ്, എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്? ദ സയൻസ് ഓഫ് ഹെറിഡിറ്റി, രണ്ടാമത്തത് ജീന് ആൻഡ് ദ വേരിയേഷൻ ഓഫ് ദ ഓർഗാനിസംസ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ചോദ്യം, നേഴ്സുമാർ ജെനറ്റിക്സിനെ കുറിച്ച് പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ യൂസ് ഉണ്ടോ എന്നാണ്. അപ്പം ആസ് നേഴ്സസ് നമ്മൾ എപ്പോഴും പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇത് ജെനറ്റിക്കൽ റിലേറ്റഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനും ഇതിനെക്കുറിച്ചുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള നോളേജ് കാണത്തില്ല. സോ നമ്മുടെ അടുത്തായിരിക്കും അവർ ഡൗട്ട് എല്ലാം ചോദിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ വൈറ്റൽ റോൾ ഓഫ് അസ് ടു എക്സ്പ്ലെയിൻ ഓൾ ദ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ദം. അപ്പം നഴ്സുമാർക്ക് പേഷ്യൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജെനറ്റിക്സിനെ കുറിച്ച് ഒരു നല്ല നോളേജ് ഉണ്ട്. ഇനി അടുത്തതാണ് ജെനറ്റിക് കൗൺസിലിംഗ്. ഇപ്പം നമ്മൾ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ഒരാളെ കണ്ടു എന്നുണ്ടെങ്കിൽ അവരെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അവരുടെ ഒരു 3 ജനറേഷൻസ് മുകളിലായിട്ട്, മീൻസ് ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും ഒക്കെ എന്തെങ്കിലും ജെനറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. എന്നിട്ട് ഏത് ഡോക്ടറിലോട്ടാണോ പറഞ്ഞു വിടേണ്ടത് ആ ഡോക്ടറിനെയാണ് കാണിക്കാനുള്ള കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടറിനെ കൊണ്ട് കാണിക്കാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അടുത്തതാണ് പ്ലാനിങ്, സ്ക്രീനിങ് ആൻഡ് ഈ ഒരു ജീൻ ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, അവരൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പം ഇതിനു വേണ്ടി നമ്മളൊരു പെഡിഗ്രി ചാർട്ട് ഉണ്ടാക്കണം. ഇതിനകത്ത് അവരുടെ 3 ജനറേഷൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് പുറമെ എന്തെങ്കിലും ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് നമ്മുടെ പെഡിഗ്രി ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടവരെ ഇൻഫോം ചെയ്യണം. ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ളൊരു assessment of the genetical risk, especially in conjunction with the genetic testing option. പ്ലാനിങ്, സ്ക്രീനിങ് ഓർ ജീൻ ബേസ്ഡ് ടെസ്റ്റിംഗ് പ്രോഗ്രാമിനകത്ത് വരുന്നത് നമ്മൾ പേഷ്യൻസിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. രണ്ടാമതായിട്ട് ഡ്രോയിങ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് പെഡിഗ്രി ചാർട്ട് ഒന്ന് ഉണ്ടാക്കുക. ഈ പെഡിഗ്രി ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നൊന്ന് നോക്കുക. ആൻഡ് അസസ്മെന്റ് ഓഫ് ജെനറ്റിക് റിസ്ക് എസ്പെഷ്യലി ഇൻ കൺജഷൻ വിത്ത് ജെനറ്റിക് ടെസ്റ്റിംഗ് ഓപ്ഷൻ. ഇനി നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ ഒരു കുഞ്ഞ് ന്യൂ ബോണിനെ നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ ആ കുഞ്ഞിന് പോസിറ്റീവ് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റാണ് കിട്ടുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ഇൻഡിവിജ്വലിനെ മോണിറ്റർ ചെയ്യണം. ദെൻ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ഒരാളുടെ ഫാമിലിയിൽ ഇങ്ങനത്തെ പ്രശ്നം മീൻസ് അവർക്കൊരു ടെൻഷൻ കാണൂല എപ്പോഴും. അപ്പം ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ അഡൽറ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ നമ്മൾ കാര്യങ്ങളൊക്കെ അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെയർ പ്രൊവൈഡ് ചെയ്യണം. ദെൻ
ജെനറ്റിക്സിനെ കുറിച്ച് പബ്ലിക് എഡ്യൂക്കേഷൻ നമ്മൾ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ആൻഡ് പേഷ്യൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ജെനറ്റിക് ഇൻഫോർമേഷനെ കുറിച്ച് നല്ല രീതിയിൽ പ്രൈവറ്റ് ആയിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം കീപ്പ് ചെയ്യേണ്ടത്. ഇനി എഡ്യൂക്കേഷൻ റോള്, നമ്മൾ പേഷ്യൻ്റ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേ മൈറ്റ് നോട്ട് ബി കംപ്ലീറ്റ്ലി അവെയർ ഓഫ് ഇറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ദെൻ ജെനറ്റിക് ആസ്പെക്ട്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരു ജെനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ഐഡന്റിഫൈ നമ്മുടെ ഫാമിലിയിൽ ഒരാൾ കുഞ്ഞിന് ജെനറ്റിക്കലി ഡിസോർഡർ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ വീട്ടിലത്തെ ആളുകൾക്ക് സ്ട്രെസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഒരു കൈൻഡ് ഓഫ് സ്ട്രെസ് ഉണ്ടായിരിക്കും. സോ നേഴ്സുമാർ അവരെ പേഷ്യൻ്റെ കൂടെയുള്ള കെയർ ഗീവേഴ്സിനൊക്കെ കൗൺസിലിംഗ് ചെയ്യേണ്ടത് ഭയങ്കര പ്രധാനമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ജെനറ്റിക്കലി ഡിസോർഡർ ഉള്ള കുഞ്ഞുങ്ങളുടെ പാരൻസ് അവരെ ഉപേക്ഷിച്ചിട്ട് പോവാം. സോ പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദെൻ എങ്ങനെയാണ്, അതായത് ഇപ്പം ഒരു ജെനറ്റിക്കൽ ഡിസീസ് ഉള്ള ഒരു കുഞ്ഞിന്റെ ഫാമിലിയിൽ പെടുന്ന ബാക്കിയുള്ള ആളുകൾക്കും മേ ഓർ മേ നോട്ട് ഗെറ്റ് ട്രാൻസ്മിറ്റ്. അപ്പം ആ അസുഖത്തിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് അവർക്ക് കൊടുക്കണം. ഇപ്പം ഒരു ഇൻഡിവിജ്വല് ജെനറ്റിക് കണ്ടീഷൻസ്, ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഇസ് ഐഡന്റിഫൈഡ് ടു ഹാവ് എ ജെനറ്റിക് കണ്ടീഷൻ, നഴ്സസ് ഷുഡ് എഡ്യൂക്കേറ്റ് ദ ഫാമിലി മെമ്പേഴ്സിനെ പറഞ്ഞു കൊടുക്കുക. ആൻഡ് ദേ ആർ ലൈക്ലി ടു ബി എഫക്റ്റഡ്, മേ ബി അഫക്റ്റ് ചെയ്യാം. ആൻഡ് അഡ്വൈസ് കൗൺസിലിംഗോ സ്ക്രീനിങ് ടെസ്റ്റ്. അപ്പം അവരെടുത്തും ഇപ്പോൾ ഒരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആയി, ആ ഫീമെയിലിൻ്റെ യങ്ങർ ബ്രദറിന് ഓൾറെഡി ഒരു ജെനറ്റിക് ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി സമയത്ത് തന്നെ വിത്ത് ദ കൺസൾട്ടേഷൻ ഓഫ് ദ ഗൈനക്കോളജിസ്റ്റ് പിന്നെ ഈ പറയുന്ന ടെസ്റ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്യണം. ദെൻ ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ദ ഡിസോർഡർ. അപ്പം നമ്മൾ തന്നെ പോയി പറയണം, ഇതേപോലെ ചേച്ചി ഫാമിലിയിൽ ഒരു ഡിസോർഡർ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ടോണിൽ പറയണം, ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇതേപോലെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്, നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പ്രതിവിധി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിനു വേണ്ടി ചെയ്യുന്നത് മേ ബി ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നെങ്കിൽ ഇതിൻ്റെ ചാൻസസിനെ കുറിച്ച്, കോംപ്ലിക്കേഷനെ കുറിച്ച്, എന്തൊക്കെ ടെസ്റ്റാണ് അവൈലബിൾ ആവുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറയാം. അതായത് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. ഇപ്പം തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതുണ്ട്, അൾട്രാസൗണ്ട് ചെയ്യുന്നതുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ദെൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ഡിസോർഡേഴ്സ്. നഴ്സസ് പ്രോപ്പറായിട്ട് മെൻറ്റീലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസിനെ കുറിച്ചൊക്കെ നല്ലൊരു നോളേജ് അവർക്കുണ്ടായിരിക്കണം. ആൻഡ് ഒരു പ്രോപ്പറായിട്ടുള്ള പെഡിഗ്രി ചാർട്ട് ഉണ്ടാക്കുന്നെങ്കിൽ, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ആ ഒരു ഫീമെയിലിൻ്റെ യങ്ങർ ബ്രദർ ഉണ്ട്, അപ്പം മേ ബി ഒരു ചാൻസ് ആണ് ഈ കുഞ്ഞിനും വരാനുള്ളത്. അപ്പം പെഡിഗ്രി ചാർട്ട് ഉണ്ടാക്കുന്നത് വഴി എത്ര പോസിബിലിറ്റിയാണ് ആ വീണ്ടും അസുഖം വരാനുള്ള റെക്കറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ ഈ സെഷനിൽ പഠിച്ചത്. ഓക്കെ, സീ യു.